വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. പൂഞ്ച് സെക്ടറിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ വെടിവെപ്പ് ശക്തമായി തിരിച്ചടിച്ചതായി ഭാരത സൈന്യം. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള 6ാം വാർഷികമാണ് ഇന്ന്. മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമോ ഇതാദ്യമായി അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായിരിക്കുന്നു, പ്രകോപനമുണ്ടായിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? നീലിമ, പൂഞ്ച് സെക്ടറിലാണ് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ നിയന്ത്രണ രേഖയിൽ വെടിവെപ്പ് നടത്തിയിട്ടുള്ളത്. സൈന്യം അറിയിക്കുന്നത് 15 മിനിറ്റോളം ഈ വെടിവെപ്പ് നീണ്ടുവന്നു. തുടർന്ന് ആ സമയത്ത് സൈന്യം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടി നൽകി. യാതൊരു തരത്തിലുമുള്ള കാഷ്വാലിറ്റിയോ ആളപായമോ ഈ വെടിവെപ്പിനെ തുടർന്ന് ഉണ്ടായിട്ടില്ല എന്നതുമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ നിയന്ത്രണ രേഖയിൽ പൂഞ്ച് സെക്ടറിൽ മാൻകോട്ട് മേഖലയിലാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പൂഞ്ച്, രജൌരി സെക്ടറുകളിൽ ഇത്തരത്തിൽ അതിർത്തിയിൽ വെടിവെപ്പും ഒപ്പം ഡ്രോൺ ആക്രമണത്തിനും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. അതിനു മുൻപ് നിരവധി തവണ ഇത്തരത്തിൽ അതിർത്തിയിൽ നിയന്ത്രണ രേഖയിൽ ഒരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിന്റെ മറവിൽ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമം, ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം അതിർത്തി മേഖലയിൽ നിലവിൽ സൈന്യം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പൂഞ്ച് സെക്ടറിൽ തന്നെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ സൈന്യം അതിശക്തമായി പ്രതിരോധിച്ചിരുന്നു. ആ സംഭവം നടന്നതും പൂഞ്ച് സെക്ടറിൽ തന്നെയാണ്. അതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പൂഞ്ച് സെക്ടറിൽ തന്നെ മാൻകോട്ട് മേഖലയിൽ നിയന്ത്രണ രേഖയിൽ ഒരു പ്രകോപനവുമില്ലാതെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പ് ഉണ്ടായത്. ശക്തമായ തിരിച്ചടി, ശക്തമായ തിരിച്ചുള്ള വെടിവെപ്പ് സൈന്യം നടത്തിയിട്ടുണ്ട്. യാതൊരു തരത്തിലും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നീലിമ, ജിഷ്ണു, അവിടെ നിന്നും അറിയുന്ന വിവരമനുസരിച്ച് 15 മിനിറ്റോളം തുടർച്ചയായി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഭാരത സൈന്യം വലിയ തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ സംഘർഷം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിലിമ, നിലവിൽ അത്തരത്തിൽ സംഘർഷം തുടരുന്നില്ല എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെടിവെപ്പും തിരിച്ച് ഭാരതം നൽകിയിട്ടുള്ള തിരിച്ചടിയും ഏകദേശം 15 മിനിറ്റോളം നീണ്ടുനിന്നു. ഭാരതം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതോടെ തിരിച്ച് അതിശക്തമായിട്ടുള്ള വെടിവെപ്പ് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ, പാകിസ്ഥാൻ അതിർത്തിക്ക് നേരെ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ തിരിച്ചടി നൽകിയതോടെ പാകിസ്ഥാൻ ആ പ്രകോപനം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നിലവിൽ സൈനിക വൃത്തങ്ങൾ നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വെടിവെപ്പിൽ മറ്റ് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് കർശനമായ നിരീക്ഷണം അതിർത്തി മേഖലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വെടിവെപ്പ് നടത്തുമ്പോൾ അതിനിടയിൽ വലിയ തോതിൽ ഭീകരർ മുൻപ് നുഴഞ്ഞു കയറാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ശക്തമായ നിരീക്ഷണം അതിർത്തി മേഖലയിൽ ഭാരതം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും പൂഞ്ച് സെക്ടറിൽ തന്നെ 2 ഭീകരവാദികളെ ആയുധവുമായി അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 ഭീകരരെ സൈന്യം നേരിടുകയും ശക്തമായി പ്രതിരോധിച്ച നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിറകെയാണ് പൂഞ്ച് സെക്ടറിൽ തന്നെ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിട്ടുള്ളത്. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടുന്ന 6 വർഷം തികയുന്നു. ഭീകരശക്തികളെ സംബന്ധിച്ച് ശക്തമായ തിരിച്ചടിയായിരുന്നു ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും അതിനുശേഷം സ്വീകരിച്ചിട്ടുള്ള നടപടികളും.